എല്ലാം ഒന്ന് നേരെയായി കാണുന്നേ ഉള്ളൂ എനിക്ക്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം. എന്താ? ഒരാള് കൂടെ ഇവിടെ ഉണ്ട്. അഭിപ്രായം ചോദിക്കാൻ വിട്ടുപോയി. വിട്ടുപോയതല്ല, ഉദയന്റെ വൈഫിനെ ഞാൻ വിട്ടുപോവേ. അമ്മായിയുടെ അഭിപ്രായമായിരിക്കല്ലോ നന്ദനയ്ക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചില്ല, അത്രേ ഉള്ളൂ. ഇക്കാര്യത്തിൽ അങ്ങനെയല്ല. എന്റെ അഭിപ്രായം വേറെ. അതെന്താന്ന് മോക്ക് പറയാലോ. ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് മറ്റൊരാൾ ചുമതലകൾ ഏൽക്കുന്നത് എനിക്ക് സമ്മതമല്ല. മറ്റൊരാളോ? ഉദയന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ഞാനല്ലേ? ആരായാലും അത് ശരിയാവില്ല. എന്റെ ഭർത്താവിന്റെ പിടിപ്പുകേടായിട്ട് അത് മറ്റുള്ളവർ കാണൂ. അഥവാ അങ്ങനെ ചുമതല ഏൽക്കണമെന്നാണ് പൊതു തീരുമാനമെങ്കിൽ എന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണം. അതൊരു നല്ല നിർദ്ദേശമാണ്. അതൊരിക്കലും ഇല്ല. പ്രതാപനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഉദയനും നന്ദനയും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നത് നാളെ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും. ഒരാളൊരു സഹായം വാഗ്ദാനം ചെയ്തതല്ലേ, അതിനെ തള്ളിക്കളയുന്ന ശരിയല്ല. അതുകൊണ്ട് യതിയേട്ടന്റെ ബിസിനസ് ഏരിയ അശ്വിന്റെ അച്ഛൻ നോക്കട്ടെ. അതായത് കൂടെ നിക്കട്ടെ എന്ന്. യതിയേട്ടൻ കുറച്ച് ഉഴപ്പിയത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു ആലോചന ഉണ്ടായത്. അത് ശരിയാ. അങ്ങനെയാവുമ്പോ എല്ലാവർക്കും അവരവരുടേതായ പങ്കുമായി, ആർക്കും പരാതിക്കിടയുമില്ല. നീ എന്നോട് റിക്വസ്റ്റ് ചെയ്യൊന്നും വേണ്ട, എനിക്ക് സമ്മതം. അല്ല പ്രതാപേട്ടാ, എനിക്ക് സമ്മതമാണെന്ന്. ബിസിനസ്സിൽ ഞാൻ യതിയുടെയും കാർത്തികയുടെയും കൂടെ തന്നെ ഉണ്ടാവും. എന്താ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാനേജർ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. മിസ്റ്റർ ശിവപ്രസാദ്. ഗുഡ് മോർണിംഗ് മാഡം. ഒന്ന് ഓഫീസിലേക്ക് വരൂ. കാര്യം എന്താണ് മാഡം? അത് ഓഫീസിലെത്തിയിട്ട് പറഞ്ഞാ പോരെ. അങ്ങോട്ട് വരൂ. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലെന്നുണ്ടോ? ഇന്നു മുതൽ അക്കൗണ്ട്സിൽ എന്ന പോലെ അഡ്മിനിസ്ട്രേഷന്റെയും എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടും. അതൊരു സ്പെഷ്യൽ മീറ്റിംഗിലൂടെ അറിയിക്കേണ്ട കാര്യമാണ്. ആ സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ഇതെന്ന് കൂട്ടിക്കോളൂ. എന്നാലും അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. മാഡത്തിന് അത് അറിയാഞ്ഞിട്ടാ. ഓഹോ. യതീന്ദ്ര സാറും ഉദയൻ സാറും വസുന്ധര മേഡവും കൂടിയാലോചിച്ച ശേഷം അങ്ങനെ ഒരു കൂടിയാലോചന നടന്നു കഴിഞ്ഞു. അവിടെ നിങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ മീറ്റിംഗിലുണ്ടായ തീരുമാനമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി ബില്ലുകളും അക്കൗണ്ട്സും മാത്രം പോരാ, ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാ ഫയലുകളും റെക്കോർഡ്സും എന്റെ ടേബിളിൽ എത്തിക്കണം. അത് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴല്ല, ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത്. സോറി മാഡം, നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് സാവകാശം വേണ്ടി വരും. അല്ലാതെ ഒന്നും പറ്റൂല. ചീഫ് അക്കൗണ്ടന്റ് അല്ലേ മിസ്റ്റർ ശങ്കരനാരായണൻ? അതെ. ഏത് കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴും ആദ്യം അതിന്റെ നെഗറ്റീവ് സൈഡാണ് നിങ്ങൾ തുടങ്ങുന്നത്. നടക്കില്ല എന്ന് പറയാൻ എളുപ്പമാ. നടക്കുമോ എന്ന് നോക്കണം. ബി പോസിറ്റീവ്. ഓക്കെ?
ഒരു കാര്യം കൂടി, ഒരു ക്യാബിൻ എനിക്ക് വേണ്ടി റെഡിയാക്കണം. അല്ല മാഡം, ക്യാബിൻ എന്നൊക്കെ പറയുമ്പോ നോ എക്സ്ക്യൂസ്. എല്ലാ ഓഫീസ് സൗകര്യങ്ങളും ഉള്ള ക്യാബിൻ ആയിരിക്കണം. ജെയിംസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാഡം. എന്ത് സംശയം പോലെ? ഒന്നുമില്ല മാഡം. ഇനി എന്തെങ്കിലും സജഷൻസ്? എന്നാ ഓക്കെ. വിദ്യേ, നീ ആ പെണ്ണിന്റെ ജാതകം കണ്ടിട്ടുണ്ടോ? നിന്റെ മോളുടെ ഇല്ല. ജാതകം ഉണ്ടോ അവൾക്ക്? അതറിയോ? അറിയില്ല. ആ, ജാതകം ഇല്ലെങ്കിലേ ഒന്ന് എഴുതിക്കുന്നത് നല്ലതാ. ജനന സമയവും ഗ്രഹനിലയും ഒന്നും നീ മറന്നു കാണില്ലല്ലോ. ആദ്യത്തെ പ്രസവമായിരുന്നില്ലേ? അതങ്ങോട്ട് കൊടുത്താലേ ഗ്രഹനിലയെങ്കിലും അറിയാം. മറ്റൊന്നുകൊണ്ടല്ല, അവൾക്ക് ആയുസ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാലോ. അല്ലെങ്കിൽ വേണ്ട, ജാതകം വേണ്ട. ചത്ത കുട്ടിയിൽ എന്തിനാ ജാതകം എഴുതിക്കണമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. നീ അവളെ വിളിച്ചേ ഒന്ന് ഗുണദോഷിക്കണം. ഒരു ഉപദേശം, അല്ലെങ്കിലേ ഒരു മുന്നറിയിപ്പ്. പ്രതാപേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഭരിക്കാൻ ഇറങ്ങിയാൽ അത് മരിക്കാൻ ഇറങ്ങുന്നതിന് തുല്യമായിരിക്കുമെന്ന് വിദ്യ അവളെ വിളിച്ചൊന്ന് അറിയിച്ചേക്ക്. അമ്മായിയുടെ അടുത്തേ ശകലം അധികപ്പറ്റാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ആ പാവം പെണ്ണുമ്പിളക്ക് യാതൊരു ബോധവുമില്ല. നിന്റെ മോള് സത്യസന്ധയാണെന്ന അമ്മായിയുടെ വിചാരം. അത് മുതലെടുത്തേ അവള് കുന്നത്തൂരെ സകല സ്ഥാപനങ്ങളിലും കേറി ഭരിക്കാനുള്ള പുറപ്പാടാ. എല്ലാവരെയും ഓവർടേക്ക് ചെയ്യാനാ പെണ്ണിന്റെ പ്ലാൻ. വിദ്യ, നല്ല ബുദ്ധിക്ക് ഞാൻ പറയുന്നു, അത് അപകട. നന്ദന കുന്നത്തൊരു ബിസിനസ്സുമായി ബന്ധപ്പെടുന്നത് നല്ലതല്ലേ? പ്രതാപേട്ടൻ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അത് നീയോ അവളോ അറിയേണ്ട കാര്യമില്ല. എങ്കിൽ പിന്നെ ഉദയനോട് സംസാരിക്കേ. അതെ, അത് ഞാൻ നോക്കിക്കോളാം. നിന്നോട് പറഞ്ഞത് നീ കേൾക്കുക. മുന്നിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെ വെട്ടി നിരത്താൻ എനിക്കൊരു മടിയുമില്ലാന്ന് വിദ്യക്ക് അറിയാലോ. ഇനി ഞാൻ വെട്ടി മാറ്റിയില്ലെങ്കിലും അതൊക്കെ സ്വയം അങ്ങൊഴിഞ്ഞു മാറിക്കൊള്ളും. വലിയ കേമിയായിരുന്നല്ലോ നിന്റെ അനിയത്തി സേതുലക്ഷ്മി. എന്നിട്ട് എവിടെ പോയി? പിഴച്ചുണ്ടായ സന്തതിയാണെങ്കിലും നിന്റെ മകളല്ലേ ആ പെണ്ണ്. അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാനിത് പറയുന്നത്. ഇതേ ഞാൻ കാണിക്കുന്ന ഒരു കൺസെഷനാണെന്ന് അങ്ങ് വിചാരിക്കുക. മറ്റൊന്നും വേണ്ട. കുന്നത്തൂര് ബിസിനസ്സുകളിൽ നന്ദനയുടെ മേൽക്കോയ്മ ഇനി വരാൻ പാടില്ല. വന്നാൽ ഇപ്പൊ പറയുന്നില്ല, വിദ്യക്ക് ഊഹിക്കും. ആ അമ്മേ, എവിടെയാ നീ ഇപ്പോ? ഓഫീസില്. അടുത്താരെങ്കിലും ഉണ്ടോ? ഇല്ലമ്മേ. എന്താ? എന്താ മോളെ അവിടെ പ്രശ്നം? പ്രതാപേട്ടൻ ഇവിടെ വലിയ ബഹളം. ഓർത്തിട്ട് എനിക്കത് പേടിയാവുന്നു മോളെ. എന്തൊക്കെയോ കണക്കുകൂട്ടലുണ്ട് പ്രതാപേട്ടന്. മരിക്കാൻ എനിക്ക് പേടിയില്ലമ്മേ. ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കും. ഭയം എനിക്കല്ല, മറ്റു ചിലർക്കാ. അതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പൊ അവിടെ കിട്ടിയത്. നമ്മൾ അറിയാത്ത എന്തെല്ലാമോ കുഴപ്പങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതറിയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വേണ്ട മോളെ,
നീ അപകടത്തിലൊന്നും ചെന്ന് ചാടണ്ട. ഭീഷണിപ്പെടുത്തുന്ന പോലെ പ്രതാപേട്ട സംസാരിച്ചത്. അമ്മ അത് സാരമാക്കണ്ട. ഭീഷണിക്കപ്പുറം അവരാരും മുന്നോട്ട് പോവില്ല. അത് അവർക്ക് തന്നെ വിനയായി തീരുന്ന അവർക്കറിയാം. ഞാൻ എന്തായാലും പിന്നോട്ടില്ല. ആ പിന്നെ അമ്മയ്ക്ക് കേൾക്കണോ, ഞാൻ ബിസിനസ്സിൽ ഇടപെടുന്നതിന് കുന്നത്തൂരെ അമ്മ മാത്രമല്ല, അമ്മയുടെ മോനും അനുകൂല. ആര്? ഉദയനോ? പിന്നെ ഞാൻ എന്തിനു പതറി നിൽക്കണം? അമ്മയും സപ്പോർട്ട് തരികയാ വേണ്ടത്. ആ അമ്മേ, കുറച്ച് തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം. വെക്കുവാണേ. ആ ശരി. ഓക്കെ. ഒരു കാരണവശാലും നന്ദനയുടെ സുപ്രീമസി വകവെച്ച് കൊടുക്കരുത്. നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് തരാൻ ഒരാളുണ്ട്, പ്രതാപേട്ടൻ. പ്രതാപേട്ടൻ പറയുന്നതായിരിക്കും ഇനി അവസാന വാക്ക്. നോ 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 നോ. ഈ നിൽക്കുന്ന നിങ്ങളുടെ യതീന്ദ്രൻ സാറ് പറയുന്നതായിരിക്കും അവസാന വാക്ക്. പക്ഷെ അതിന്റെ പിന്നിൽ ഞാനുണ്ടാവും. ഞാൻ പ്രോമിറ്റ് ചെയ്യുന്ന പോലെ യതീന്ദ്രൻ പറയും. ഇവൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കും. ആർക്കെതിരെ? നന്ദനയ്ക്കെതിരെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അതാണ്. ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. ബിൽ ബുക്കുകളും എല്ലാ അക്കൗണ്ട്സ് രേഖകളും അവളുടെ ടേബിളിൽ എത്തിക്കണം പോലും. കൂൾ ഡൗൺ യതീന്ദ്ര, കൂൾ ഡൗൺ. നമുക്ക് എത്തിക്കാലോ. സകല രേഖകളും മേഡത്തിന്റെ മേശപ്പുറത്ത് നമ്മൾ എത്തിക്കണം. അവൾ അതുമേ അങ്ങോട്ട് അടിയിരിക്കട്ടെ. റെക്കോർഡ്സ് നന്ദനെ കാണിക്കുന്ന കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? നന്ദനയ്ക്ക് നമ്മൾ കൊടുക്കുന്നതേ ഡ്യൂപ്ലിക്കേറ്റ് രേഖകളായിരിക്കും യതീന്ദ്ര. മനസ്സിലായില്ലേ? ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനല് നമ്മുടെ കയ്യിലിരിക്കും. നന്ദന ഡ്യൂപ്ലിക്കേറ്റ് വെരിഫൈ ചെയ്തിട്ട് അങ്ങോട്ട് സായൂജി അടയട്ടെ. കാര്യസ്ഥൻ രാമൻ നായരെ കൊച്ചുമോൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്റെ ധാരാളമാണോ? അതൈഡിയ. അതാണ് ഐഡിയ. കുന്നത്തൂരെ സകല ബിസിനസ് സംരംഭങ്ങളുടെയും കണക്കുകളുടെ 2 കോപ്പികൾ ഇനി ഉണ്ടാകണം. മാനേജർക്കും ചീഫ് അക്കൗണ്ടന്റിനും സംഗതി മനസ്സിലായോ? ഷുവർ സർ. ചാൻസ് കിട്ടുന്നിടത്തെല്ലാം നമ്മൾ നന്ദനയെ ഒറ്റപ്പെടുത്തണം. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം അതിനായിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞാ വയ്ക്കുക. ഒടുവിൽ ഗത്യന്തരമില്ലാതെ നന്ദന എല്ലാം വിട്ടെറിഞ്ഞ് സ്ഥലം കാലിയാക്കണം. കണ്ണുനീരോടെ അവൾ ഓഫീസിന്റെ പടിയിറങ്ങണം. അതിനുള്ള അവസരം ഉണ്ടാക്കിയാൽ 2 പേർക്കും എന്റെ വക ക്യാഷ് അവാർഡ്. കാരണം നന്ദന നമ്മുടെ പൊതുശത്രു. ആരാ പൊതുശത്രു? വെള്ളം കുടിക്കുന്ന എന്തിനാ മോളെ? ഞാൻ ചായ ഇട്ട് തരുമായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞോട്ടമ്മേ. ഇന്ന് ജോലി കൂടുതലായിരുന്നു തോന്നല്ലോ. ഭയങ്കര ക്ഷീണം പോലെ. ഇന്ന് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരഴിച്ചുപണി. ഇനി മുതൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്നെ കാണിക്കണമെന്ന് ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ ശ്രദ്ധിക്കുമെന്ന് മാനേജരെയും അക്കൗണ്ടന്റിനെയും ഉൾപ്പെടെ എല്ലാവരെയും അറിയിച്ചു. എന്നിട്ട് കേട്ടപ്പോ പലരുടെയും മുഖം വാടി. വാടും. ഞാൻ പറഞ്ഞിട്ടില്ലേ, യതീന്ദ്രന്റെ ശിങ്കടികളായി ജോലി കയറി പറ്റിയ കുറെ പേരുണ്ട് അവിടെ. ആത്മാർത്ഥത ജോലിയോടല്ല, യതിയോടാ. അതിന്റെ പ്രയോജനം അവർക്ക് കിട്ടുന്നുണ്ടാവും. പറഞ്ഞു വിടാനും വയ്യ. അവര് ജോലിയിൽ തുടർന്നോട്ടമ്മേ. ഓരോരുത്തരെ ആശ്രയിച്ച ഓരോ കുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പാവങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? പക്ഷെ നമ്മുടെ സ്ഥാപനത്തെ തട്ടിപ്പ് നടത്താൻ അനുവദിക്കരുത്. അതിനുള്ള എല്ലാ പഴുതുകളും ഞാൻ അടയ്ക്കും. മോള് ധൈര്യമായിട്ടിരിക്കെ. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഉചിതമെന്ന് തോന്നുന്നത് എന്ത് ചെയ്യാൻ മോൾക്ക് അധികാരമുണ്ട്. തെറ്റല്ലെന്ന്
മോൾക്ക് ഉത്തമ വിശ്വാസം ഉണ്ടാവണം. തെറ്റാണെന്ന് തോന്നുന്ന ഒരു പ്രവൃത്തിയും ചെയ്യേം വേണ്ട. തന്നെ ഇഷ്ടത്തിന് ഞാൻ ഒന്നും ചെയ്യില്ലമ്മേ. അത് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരാം. മോളെ, ഭർത്താവിരിക്കേണ്ട കസേരയിലാണ് മോൾ ഇരിക്കുന്നതെന്ന് ഓർത്താ മതി. അപ്പൊ വേണ്ടതേ ചെയ്യൂ. എന്ന് കരുതി ശ്രീരാമന്റെ മെതിയടി സിംഹാസനത്തിൽ വെച്ച് ഭരിച്ച ഭരതനെ പോലെ ആവുകയും വേണ്ട. ഞാൻ എന്താണോ ഉദ്ദേശിച്ചേ അത് തന്നെ അമ്മയും പറഞ്ഞു. ഒന്നുകൂടി പറയാനുണ്ട് എനിക്ക്. ഉദയന് നല്ല മനസ്സ് തോന്നിയിട്ട് എന്നെങ്കിലും ആ കസേരയിൽ ഇരിക്കണമെന്ന് തോന്നിയാ അവൻ വരുമ്പോ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും വേണം. അതും മോളുടെ മനസ്സിലുണ്ടായിരിക്കണം. മനസ്സിലായി. എന്ന് കരുതി പകരക്കാരിയാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. പുരുഷന്റെ ഒപ്പം നിൽക്കണം സ്ത്രീ. അതേസമയം ഭർത്താവിന്റെ ഇടതുവശത്തായി ഇടത് ചേർന്നാണ് ഭാര്യയുടെ സ്ഥാനം. ശരീരത്തിന്റെ ഇടതുവശത്തല്ലേ ഹൃദയം. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. ഹൃദയത്തിനുള്ളിൽ സ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ നിൽക്കുന്ന സ്ഥാനത്തിൽ എന്താ അമ്മ അർത്ഥം? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. വന്നിട്ട് ചായ ഉണ്ടാക്കാം. ആ അമ്മേ, ആ, ഈ ലഞ്ഞിക്കലിന് എന്റെ അമ്മ വിളിച്ചിരുന്നു. എന്താ മോളെ വിശേഷം? ആം, വിശേഷം എന്താ മോളെ, വിദ്യ എന്തു പറഞ്ഞു? ഒന്നുമില്ല, അമ്മ വെറുതെ വിളിച്ചെന്നേ. അത് ശരി. ഞാൻ കുളിച്ചിട്ട് വരാം. ആ, എനിക്ക് ഉദയേട്ടനോട് അല്പം സംസാരിക്കാനുണ്ട്. ഒരു വിഷയം പറയാനുണ്ടെന്ന്. പെർമിഷൻ കിട്ടിയിട്ടേ സംസാരിച്ചു തുടങ്ങുന്നതാണോ? ഉദയേട്ടൻ കാരണമാ ഇന്ന് ഈ ടെൻഷൻ മുഴുവൻ ഞാൻ അനുഭവിക്കുന്നത്. മനസ്സിലായില്ല. ഉദയേട്ടനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ ബിസിനസ് എന്ന് പറയുന്ന ഈ കുരിശ് എന്റെ തോളിൽ വെച്ച് തന്നത്. വന്ന് എനിക്കത് കുരിശ് മാത്രമല്ല, മുൾക്കിരീടമായി മാറിയിരിക്കുക. എന്നു മുതലായി ഇതേന്ദ്രന് ഈ തോന്നലുണ്ടായി തുടങ്ങിയത്? നേരത്തെ ഉണ്ട്. കച്ചവടത്തിന്റെ പേരിൽ ഞാൻ രാപകലില്ലാതെ അലയുന്നത് ആരും കാണുന്നില്ലല്ലോ. എല്ലാവർക്കും കണക്കാണ് കാണേണ്ടത്. ലാഭശതമാനം അല്പം കുറഞ്ഞ ചോദ്യം വരും. ഞാൻ യതിയോടെ ഒരിക്കലും ലാഭത്തിന്റെ കണക്ക് ചോദിച്ചിട്ടില്ല. എന്തിനു ചോദിക്കണം? ഒരവസരം ഒത്തുവന്നപ്പോ ഭാര്യ എന്റെ തലയ്ക്ക് മേളിൽ പ്രതിഷ്ഠിക്കാൻ ഏട്ടൻ റെഡിയായില്ലേ? ഞാനതിന് മുൻകൈ എടുത്തിട്ടില്ല. നോ എന്ന് പറഞ്ഞില്ല എന്നുള്ള സത്യ. അത് മതിയല്ലോ. അമ്മയും നന്ദനയും കൂടെ അതൊരു വലിയ എസ്സാക്കി മാറ്റി. ആ, ഒരു കാര്യം ചെയ്, നന്ദന സർവാധിപതിയായിട്ട് അങ്ങ് വാഴട്ടെ. ഞാനും ഏട്ടൻ ചെയ്ത പോലെ കുറെ കാലം കൈയും കെട്ടി അങ്ങ് ഇരിക്കാം. ഒരു പെണ്ണിന്റെ മേൽനോട്ടത്തിൽ പണിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാർത്തികയെ പോലും ഞാൻ ഓഫീസിൽ കയറ്റിയിട്ടില്ല. വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഏട്ടൻ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ കുറെ ബുദ്ധിജീവി വാചകങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല. ഞാൻ പിന്നെന്താ വേണ്ടത്? ഇതേന്ദ്രൻ പറ. നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്തണം. പറഞ്ഞത് നന്ദനെ ഉദ്ദേശിച്ചാണെങ്കിൽ സ്വയം നിൽക്കാൻ അയാൾക്കറിയാം. ഞാൻ നിർത്തേണ്ട കാര്യമില്ല. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാലടറി വീഴാണെങ്കിൽ വീഴട്ടെ, അപ്പൊ നോക്കാം. ഉദയടാ ദേ, എന്താ? നന്ദന ബിസിനസ്സിൽ ഇൻവോൾവ് ആയിക്കോട്ടെ എന്നാണോ ഏട്ടന്റെ അഭിപ്രായം? അത് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? മാറ്റമില്ല. എന്തിനു മാറ്റം വരുത്തണം? എങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ എല്ലാം അങ്ങ് ഏറ്റെടുത്ത് നടത്തിക്കോ. ദാ കിടക്കുന്നു. മതിയാക്കാൻ ഞാൻ വയ്യ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത് എറിഞ്ഞു കളയാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്തബദ്ധം എഴുതിയിട്ട് കാണിച്ചത്? താക്കോലിട്ട് കൊടുത്തിട്ട് ദേ വന്ന് നിൽക്കുന്നു. ഇങ്ങനെയാണോ ഭീഷണിപ്പെടുത്തുന്നത്? എല്ലാം വിട്ടുകൊടുത്തേക്കാന്ന് പറയേ ചെയ്യാവൂ. ഒന്നും വിട്ടുകൊടുക്കരുത്. ഒരു സ്റ്റൈലിന് വേണ്ടി താക്കോൽ എറിഞ്ഞു കൊടുത്തതാ. ഉദയേട്ടൻ അതെടുത്ത് പോക്കറ്റിൽ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പുള്ളിയുടെ സ്വഭാവം മാറി വരികയാണെന്ന് മനസ്സിലായല്ലോ ഇപ്പോ. ബിസിനസിനെ കുറിച്ചും പണത്തെക്കുറിച്ചും ബോധോദയം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഏട്ടനും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്.
എങ്ങനെയെങ്കിലും താക്കോല് തിരിച്ചു വാങ്ങിക്കാൻ നോക്ക്. അല്ലെങ്കിൽ അതെവിടെയാ ചെന്ന് എത്താൻ പോകുന്നതെന്ന് അറിയാലോ. നന്ദനയുടെ കയ്യിൽ. പടിപടിയായി അവൾ ഓരോ സ്ഥലത്തും പിടിമുറുക്കാൻ നോക്കുമ്പോ നമ്മളായിട്ട് അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തുകൂടാ. സ്വന്തമായിട്ട് ക്യാബിന് ആവശ്യപ്പെട്ടിരിക്കല്ലേ, കൊടുക്കരുത്. അതെന്തായാലും ഇല്ല. അങ്ങനെ അവള് കൊച്ചമ്മ ചമയണ്ട. ദേ, എങ്ങനെയെങ്കിലും താക്കോല് തിരിച്ചു പിടിച്ചേ പറ്റൂ. ആ, ആഹാരം കഴിക്കാൻ നിന്നെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? നല്ല സുഖമില്ല. കാർത്തികയ്ക്കും സുഖമില്ലേ? അവളെയും കണ്ടില്ലായിരുന്നല്ലോ. കാർത്തിക കിടക്കുക, തലവേദനയാണ് പോലും. ഓരോ തലവേദന വന്നാ പിന്നെ എന്താ ചെയ്യ? എവിടെയെങ്കിലും കിടക്കുക തന്നെ. സുഖമില്ലെന്നുള്ള വിവരം പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ താക്കോല് വേണോ എനിക്ക്? അതിന് എന്റെ കയ്യിലാണോ നിന്റെ താക്കോലുള്ളത്? ഉദയേട്ടന്റെ കയ്യിലുണ്ട്. അമ്മ എനിക്കത് വാങ്ങിച്ചു തന്നാ മതി. അല്ല, നിന്റെ താക്കോല് കൂട്ടം എങ്ങനെ ഉദയന്റെ കയ്യിൽ വന്നു? അവൻ തട്ടിയെടുത്തോ? ഹേയ്, അങ്ങനെ വരാൻ ഇടയില്ലല്ലോ. അമ്മയ്ക്കറിയാം, എന്നിട്ടൊന്നും അറിയില്ലെന്ന് അടിക്കുക. യതി, താക്കോൽ ഉദയന്റെ കയ്യിൽ കുറച്ചുനേരം ഇരിക്കുന്നത് ഓർത്തിട്ട് നിനക്ക് സമാധാനവും. അതേസമയം എല്ലാ താക്കോലും ഭാര്യ വീട്ടുകാരെ ഏൽപ്പിക്കാനാണെങ്കിൽ ഒരു മടിയുമില്ല. അമ്മ എന്തായി പറയുന്നത്? കാർത്തികയുടെ വീട്ടുകാരുമായി എനിക്കത്തരം ഇടപാടുകളൊന്നുമില്ല. എന്നോടാണോ നീ ഈ കള്ളം പറയുന്നത്? ഭാര്യ വീട്ടുകാർക്ക് വേണ്ടി സ്വന്തം മുതൽ കട്ടുവാരുന്നും പറഞ്ഞിട്ട് നിന്ന് ന്യായം പറയുന്നു. Yeah.